പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ എല്ലാവരും ലോൺ എടുക്കാറുണ്ട്. മന്ത്ലി തിരിച്ചടയ്ക്കേണ്ട തുക നമ്മൾ നോക്കാറില്ല. അവർ പറയുന്ന എമൗണ്ട് തിരിച്ചടയ്ക്കാറാണ് പതിവ്. എന്നാൽ ഇനി നമുക്ക് അത് കാണാം. നമുക്ക് തന്നെ ആ എമൗണ്ട് കാണാം. അതുപോലെ ലോൺ എടുക്കുമ്പോൾ എങ്ങനെ പലിശ കുറയ്ക്കാം, തിരിച്ചടയ്ക്കുമ്പോൾ എങ്ങനെ പലിശ കുറയ്ക്കാം എന്നീ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ലോൺ ടേക്കൺ എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഒരു വർഷത്തേക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് പറയാം. അപ്പോൾ അത് നമ്മൾ മാസത്തിലേക്ക് ആക്കാൻ അതിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ഇയർ ഓഫ് ലോൺ, എത്ര വർഷത്തേക്കാണ് ലോൺ എടുത്തിരിക്കുന്നത്, ലോൺ പീരീഡ്. ഇപ്പോൾ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 വർഷത്തേക്കാണെങ്കിൽ 24 മാസം. അതുപോലെ തന്നെ EMI, മന്ത്ലി അടയ്ക്കേണ്ട പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ ലാസ്റ്റ് എത്ര ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്കിന് കൊടുത്തു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ആദ്യം തന്നെ കാണാം. അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട്, അതായത് ടോട്ടൽ പേയ്മെൻറ്റ് ആഫ്റ്റർ ദി ലോൺ പീരീഡ് ഫിനിഷ്, ലോൺ അടച്ച് തീരുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ടോട്ടൽ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ലോൺ എമൗണ്ട് നമുക്കൊരു 1 lakh അടിക്കാം. 1 lakh അടിക്കാം. അതുപോലെ തന്നെ 1 lakh നമ്മൾ അടിച്ചു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 12 മാസത്തേക്ക് 12%. ടോട്ടൽ ഇയർ 2 വർഷം. 2 വർഷത്തിന് മന്ത്ലി ആക്കുമ്പോൾ 24 മാസം വരും. 2 × 12 എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ EMI കാണാനുള്ളത് PMT എന്ന് പറയുന്ന ലോജിക്കൽ ഫങ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. PMT വെച്ചിട്ടാണ് ലോൺ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. PMT വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണു. ആദ്യം നമ്മൾ PMT അടിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് അതായത് 12% എന്ന് പറയുന്നത് 12 മാസത്തേക്കാണ്. അപ്പോൾ നമ്മൾ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, NPR, നമ്പർ ഓഫ് ഇയർ, 2 വർഷമാണ്. അപ്പം ഒന്നിൽ 2 × 12 ഇടണം. അതല്ലെങ്കിൽ നമ്മൾ 24 മാസം എന്ന് കാണിച്ചിട്ടുള്ള ആ സെല്ല് സെലക്ട് ചെയ്യുക. ഇയറാണ് സെലക്ട് ചെയ്യണതെങ്കിൽ 2 × 12 എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 24 മാസം എന്നുള്ള ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു. പ്രിൻസിപ്പൽ എമൗണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. പ്രിൻസിപ്പൽ എമൗണ്ട് ഇതാ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കിട്ടുക ഒരു മൈനസ് ഫിഗറാണ്. കാരണം ഇത് ലോൺ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും മൈനസ് ഫിഗറാണ് കിട്ടുക. അപ്പോൾ മൈനസ് ഫിഗർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ B6 എന്ന് പറയുന്ന സെല്ലിൻ്റെ മുന്നിൽ ഒരു മൈനസ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് എമൗണ്ട് ആയിട്ട് മാറും. ഇനി നമുക്ക് ടോട്ടൽ എമൗണ്ട്, പേയ്മെൻറ്റ് എമൗണ്ട് ആഫ്റ്റർ ദി ലോൺ പീരീഡ്. അപ്പോൾ നമുക്ക് EMIനെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. 1,12,976 നമ്മൾ ലോൺ അടച്ച് തീരുമ്പോൾ കൊടുക്കേണ്ടത്. ഇനി അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1,12,976 നിന്ന് 1 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 12,976 നമ്മൾ 2 വർഷത്തേക്ക് അടച്ചു തീർക്കേണ്ട എമൗണ്ട്. 1 ലക്ഷം ലോൺ എടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 1,12,976. ഇപ്പം നമ്മളിതിൽ പേയ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ മന്ത്ലി EMI ഉണ്ട്. മന്ത്ലി EMI നമ്മൾ കാൽക്കുലേറ്റ് ആ എമൗണ്ട് ഇപ്പോൾ B11 എന്ന് പറയുന്ന സെല്ല് ഫിക്സഡ് ആക്കണം നമുക്ക്. അത് ഓരോ പ്രാവശ്യം മാറുമ്പോൾ സെല്ല് മാറാൻ പാടില്ല. അതുകൊണ്ടാണ് F4 അടിച്ചിട്ട് അത് ഫിക്സഡ് ആക്കുന്നത്. അപ്പോൾ ഡോളർ സൈൻ വരും. ഇനി ഈ EMIയിൽ നിന്ന് എത്ര ഇൻട്രസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളവിടെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഈ 1 lakh സെലക്ട് ചെയ്യാൻ കാരണം അത് ഈ ടേബിളിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ആ മൈനസ് ചെയ്യുന്ന ഫിഗർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 ലക്ഷം × ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡഡ് ബൈ 12, ഒരു മാസത്തേക്കല്ലേ കാണേണ്ടത്, ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് 4,707 നിന്ന് 1000 രൂപ ഇൻട്രസ്റ്റിലേക്ക് പോകും. ഇനി 1000 കുറച്ച് കഴിഞ്ഞാൽ വരുന്ന എമൗണ്ട് നമ്മുടെ മുതലിലേക്ക് പോകും. 1000 കുറച്ച് കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ മുതലിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ലോൺ ബാലൻസ് എമൗണ്ട് കാണാൻ ആ 1 lakhന് മൈനസ് നെക്സ്റ്റ് സെല്ല്, ഈ സെല്ലിൽ നിന്ന് H3 എന്ന് പറയുന്ന സെല്ല് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി അതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് എക്സൽ ഫിൽ ഹാൻഡ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ 24 മാസം വരെ ഉള്ളത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ 24ാമത്തെ മാസം നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചു തീർക്കുമ്പോൾ 4,707.35 അടച്ചു തീർക്കുമ്പോൾ ബാലൻസ് നില്ലായിട്ട് മാറും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോൺ എടുക്കുമ്പോൾ എമൗണ്ട് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത്. 2 വർഷം
വർഷത്തേക്ക് എന്നുള്ളത് നമ്മൾ 2 വർഷത്തേക്ക് 4707, അതായത് 12,976 കൊടുക്കേണ്ടത്. ഇപ്പോൾ 2 വർഷം എന്നുള്ള 4 വർഷം ആക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് 26,402 രൂപയായി. 2 വർഷത്തേക്ക് 4 വർഷം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കേണ്ടത് 26,402 പലിശ കൊടുക്കണം. അത് നമ്മൾ 6 വർഷമാക്കുമ്പോൾ 40,000 ആയി പലിശ. 1,00,000-ന് 40,000 രൂപ പലിശ കൊടുക്കണം. വർഷം കൂട്ടും തോറും എപ്പോഴും നമ്മുടെ പലിശ കൂടി വരും. അതാണ് എപ്പോഴും നമ്മൾ ഇയർ കുറച്ചിട്ട് ലോൺ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന റേറ്റ് കുറയും. മാത്രമല്ല EMI കൂടും. EMI മന്ത്ലി അടയ്ക്കുന്ന പേയ്മെൻറ്റ് കൂടി വരും. ഒരു വർഷത്തേക്ക് 12 മാസമാണ്. 12 മാസത്തേക്ക് 1,00,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 8,884 വരും. ഇനിയിപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫിക്സഡ് ആയിട്ട് ഇവിടെ മന്ത്ലി EMI കാണിച്ചിട്ടുണ്ട്. EMI മന്ത്ലി അടയ്ക്കുമ്പോൾ അത് ഇത്ര മാസത്തേക്ക് കണക്കൂട്ടിയിട്ടുണ്ട്. 24 മാസത്തേക്ക് കണക്കൂട്ടുമ്പോൾ, 2 വർഷത്തേക്കാണ് 24 മാസത്തേക്ക് കണക്കൂട്ടുമ്പോൾ നമ്മൾ അമൗണ്ട് കൊടുക്കണം. നമുക്ക് ഉള്ളതിനനുസരിച്ച് നമ്മുടെ ഒരു 10,000 ഉണ്ടെങ്കിൽ ആ 10,000 നമുക്ക് ഈ കോളത്തിൽ അടിക്കാൻ പറ്റും. പേയ്മെൻറ്റ് എമൗണ്ട് എന്നുള്ള കോളത്തിൽ നമുക്ക് എത്ര എമൗണ്ട് നമ്മൾ അടയ്ക്കുന്ന EMI-നേക്കാൾ കൂടുതൽ അടയ്ക്കുമ്പോൾ നമ്മുടെ പലിശയിലേക്ക് മുതലേക്ക് അത് കയറിപ്പോകും. ഇപ്പോൾ നമ്മൾ ഇഫ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇഫ് ഫംഗ്ഷൻ ഇവിടെ അതുകൂടി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്, ലോജിക്കൽ ഫംഗ്ഷൻ. അപ്പം നമ്മുടെ പേയ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്ന സെല്ലിൽ ഒന്നും ഇല്ലെങ്കിൽ ഇഫ് പേയ്മെൻറ്റ് എമൗണ്ട് ഇസ് ഈക്വൽ ടു E4 എന്ന് പറയുന്ന സെല്ല് ഈക്വൽ ടു ബ്ലാങ്ക് ആണെങ്കിൽ നമുക്ക് എന്ത് എടുക്കണം? നമ്മുടെ B11 എന്ന് പറയുന്ന സെല്ലിൽ നിന്നുള്ള എമൗണ്ട് എടുക്കണം. അത് ഫിക്സഡ് ആകും വേണം. ആ ഫിക്സഡ് ആക്കണമെങ്കിൽ നമുക്ക് F4 അടിച്ചു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ആകും, മാറില്ല, സെല്ലുകൾ മാറില്ല. അത് ഈ പേയ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്ന കോളത്തിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് എടുക്കണം, B11. അല്ല പേയ്മെൻറ്റ് എമൗണ്ടിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കണം. ആ സെല്ലിനെ അവിടെ സെലക്ട് ചെയ്തു. ഇനി അതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഫിൽ ഹാൻഡ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അതന്നെ വ്യത്യാസം വരില്ല, എമൗണ്ട് അതന്നെ വരും. നമ്മൾ പേയ്മെൻറ്റ് എമൗണ്ടിൽ എന്ത് എമൗണ്ട് അടിച്ചോ ആ എമൗണ്ടാണ് ആ സെല്ലിലേക്കുള്ള എമൗണ്ടായിട്ട് എടുക്കുക. ഓക്കെ, 24 മാസത്തേക്ക് വന്നു. അപ്പം നമ്മൾ ഓരോ മാസം 4,707.35 വെച്ചിട്ട് അടയ്ക്കണം. അപ്പം നമ്മളൊരു അഞ്ചാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ ഇത്തിരി എമൗണ്ട് കൂട്ടി അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 5,000 അടയ്ക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ 6ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് 810 രൂപയാണ് പലിശ ഇനത്തിൽ. അപ്പോൾ നമ്മൾ 5ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ എമൗണ്ട് 5,000 ആക്കുമ്പോൾ 4,700 പകരം 300 രൂപ കൂട്ടി അടയ്ക്കുമ്പോൾ നമ്മുടെ പലിശ ഇനത്തിലും നെക്സ്റ്റ് അടയ്ക്കുന്ന പലിശ ഇനത്തിൽ അത് എമൗണ്ട് കുറയും. 810-ൽ നിന്ന് പലിശ നമുക്ക് 807 ആയിട്ട് കുറഞ്ഞു. 300 രൂപ കൂട്ടി അടയ്ക്കുമ്പോൾ 3 രൂപ പലിശ ഇനത്തിൽ കുറഞ്ഞു. അതിൻ്റെ വ്യത്യാസം 3 രൂപ കുറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളൊരു 10ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ ഒരു എമൗണ്ട് കൂട്ടി അടയ്ക്കുകയാണ്. 11ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ 609 രൂപ അടയ്ക്കണം. അത് 10,000 ഇവിടെ അടയ്ക്കുമ്പോൾ 556 രൂപ അടയ്ക്കണ്ടു. അപ്പോൾ നമ്മൾ ഒരു 5,000 രൂപ കൂട്ടി അടയ്ക്കുമ്പോൾ 50 ചില്ലാനം രൂപ നമ്മുടെ പലിശ ഇനത്തിലേക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് ഫിനിഷ് ചെയ്യും. ഇനി നമുക്ക് ഒരു 13ാമത്തെ ഇതിൽ ഒരു 12,000 അടച്ചു. അപ്പോൾ നമ്മുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് ഫിനിഷ് ചെയ്യും. മന്ത്ലി EMI ഫിനിഷ് ചെയ്യും. ലോൺ കഴിഞ്ഞു, ഫിനിഷായി. ഇതാണ് ഇപ്പോൾ നമ്മുടെ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ടോട്ടൽ എക്സ്ട്രാ ഒരു 5,000 അടച്ചു, ഒരു 10,000 അടച്ചു, ഒരു 12,000 അടച്ചു. ടോട്ടൽ 27,000 രൂപ എക്സ്ട്രാ അടച്ചു. 27,000 രൂപ എക്സ്ട്രാ അടച്ചപ്പോൾ നമ്മുടെ പലിശ ഇനത്തിൽ 12,976 എന്നുള്ളത് നമ്മുടെ ആ പലിശ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പലിശയുടെ കോളം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരെ അതുവരെ വലിക്കേണ്ട കാര്യമുള്ളൂ. വലിച്ചു കഴിഞ്ഞാൽ 11,431 രൂപ 59 പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത്, തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 1,400 ചില്ലറ രൂപ, 1,500 ചില്ലറ രൂപയോളം നമുക്ക് പലിശ ഇനത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടോട്ടൽ അടയ്ക്കേണ്ടത് 11,431.590 പൈസ. അതിൽ ഡിഫറൻസ് വരുന്നത്, പലിശ ഇനത്തിൽ ഡിഫറൻസ് വരുന്നത് നമുക്ക് 1,544 രൂപ വ്യത്യാസം വന്നു. 1,544 രൂപയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലോണ് തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറയ്ക്കുക എന്ന് പറയുക. എങ്ങനെ കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക്
കൂട്ടി അടയ്ക്കാൻ പറ്റുന്ന സമയത്ത് കൂട്ടി അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പലിശ ഇനത്തിൽ കുറയും. മനസ്സിലായി? ഇപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ടോട്ടൽ അടയ്ക്കേണ്ട എമൗണ്ട് 1,12,976. പിന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ് 12,976.33. ടോട്ടൽ പേയ്മെൻറ്റ് 12,000, 1,00,000 ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് അടിച്ചോളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഒന്ന് ഉപകാരമായിക്കോട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.